ചാനൽ. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് നെയ്ച്ചോറും ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ചിക്കൻ വാഷ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുക. ഇനി അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും, ആവശ്യത്തിന് ഉപ്പും, അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് സോയാ സോസും, അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും, അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് മുളക് പൊടിയും, ആവശ്യത്തിനനുസരിച്ച് കോൺഫ്ലവറും, അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് മിക്സാക്കി എടുക്കുക. മിക്സാക്കി വരുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു കളറായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് റെസ്റ്റിനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് എല്ലാം കൂടി ഇങ്ങനെ നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണി റൈസ് ആണ് ഇവിടെ എടുത്തിട്ട് നമ്മുടെ റൈസ്. അമ്മ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു തരാണ്. അല്ലൂസ് അവിടെ ഭയങ്കരമായ കളികളിലാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് നമ്മുടെ റൈസും അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് അത് ബോയിലായിട്ടുണ്ട്. അങ്ങനെ ഒരു കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിവിടെ പാൻ ചൂടായതിനു ശേഷം സൺഫ്ലവർ ഓയിലാണ് നമ്മളിപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാണ് അമ്മ പറഞ്ഞത്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പൊ അതേ നമുക്കിനി നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ. നല്ല കോൺഫ്ലവറിലൊക്കെ മുക്കി പൊരിച്ചെടുത്ത ചിക്കനാണ്. ഭയങ്കര ക്രിസ്പി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് അവസാനം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ സെറ്റായിട്ടുണ്ട്. കുറേ ഇനി ഫ്രൈ ചെയ്യാനും കിടക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് അമ്മ സവാളയും ക്യാപ്സിക്കവും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആ ഒരു സോസും മസാലയൊക്കെ റെഡിയാക്കാൻ. അപ്പോഴത്തേക്കും നെയ്ച്ചോറ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഓറിയോണ്ട് ഡയറി മിൽക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റൗ ഓൺ ചെയ്ത് അതിനകത്തേക്ക് ഒരു വലിയ പാൻ വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ല രീതിക്കൊന്ന് വഴറ്റി എടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിനകത്തേക്ക് സവാളയും ക്യാപ്സിക്കവും ഒക്കെ പാടൊന്ന് തട്ടി കൊടുത്തിട്ട് അതും നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് അങ്ങ് വരും, ഈ സവാളേൻ്റെയും ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ. അങ്ങനെ നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ്, അങ്ങനെ കുറേ സോസൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ഈ സോസൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് എടുക്കുമ്പോഴുണ്ടല്ലോ എന്തെന്നില്ലാത്തൊരു സ്മെല്ലാണ്. ആ സ്മെല്ല് ഒരു കിട്ടിൽ വന്നു കേട്ടോ. അങ്ങനത്തെ ആവശ്യത്തിന് ചില്ലി സോസും ഇങ്ങനത്തെ സോസും ഒക്കെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്തൊക്കെ സോസ് ഒഴിച്ചതെന്ന് എനിക്ക് വല്ല കൺഫ്യൂഷനായി പോയിട്ടോ. അങ്ങനെ സോസൊക്കെ ഒഴിച്ച് നല്ല രീതിക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്യുന്ന വെച്ചാൽ സോസും വെജിറ്റബിൾസും ഒക്കെ നല്ല രീതിക്കൊന്ന് സെറ്റായിട്ട് കിട്ടണം. അങ്ങനെയും വരെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും സോസൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ അപ്പുറത്ത് കിടന്ന് നല്ല രീതിക്ക് ഫ്രൈ ആവുന്നുണ്ട്. നമുക്ക് വേണ്ട അത്രയും ഗ്രേവിയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഗ്രേവി ആക്കി എടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രേവി കിട്ടത്തില്ല കേട്ടോ. അമ്മതേ അതിന് മുമ്പ് ഇവിടെ സ്പ്രിംഗ് ഓണിയനൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രേവി വേണ്ടവർക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മാത്രം ചിക്കൻ ഇടുക. പപ്പതേ വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്. ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യുക. പപ്പയും മിക്സ് ചെയ്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഇതിനകത്തേക്ക് അങ്ങോട്ട് വിതറി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു എരിവും ഉപ്പും ഒക്കെ ഒന്ന് കറക്റ്റായി ബാലൻസ് ചെയ്ത് നിൽക്കും കേട്ടോ. പിന്നെ സ്പ്രിംഗ് ഓണിയൻ നല്ല ഡെക്കറേഷനിലൂടെ അങ്ങോട്ട് വിതറി ഇങ്ങോട്ട് കൊടുക്കുക. അത്ര തന്നെ നമ്മുടെ അടിപൊളി ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെസമി സീഡ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ വൈറ്റ് സീഡ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതില്ല, അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇത് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൂപ്പൻ്റെ അച്ഛമ്മയും ഞാനും അല്ലൂസ് ഒക്കെ ഇരുന്നിട്ടുണ്ട്, അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ചില്ലി ചിക്കനും ആ ഒരു സാലഡും നെയ്ച്ചോറും ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കണം.
ഇത് ഞാൻ കഴിച്ച് കാണിച്ചു തരാം. കിട്ടില്ല സാധനം, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സെക്കൻഡ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. സ്റ്റഡി ടേബിൾ പ്ലസ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഐറ്റംസ് എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ ചില്ലി ചിക്കനും ചപ്പാത്തിയും അമ്മ വാരിത്തരുന്ന പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതും നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചില്ലി ചിക്കനാണ്. നല്ല ചൂടോട് കൂടിയതേ അല്ലൂസും ഞാനും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. ഞാൻ എടുക്കുന്നതുകൊണ്ട് അല്ലൂസിനും വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞതേ, അങ്ങനെ അവളെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും കഴിച്ചു, ഞാനും കഴിക്കട്ടെ. വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനലിന് ഒരു 1 മില്യണെങ്കിലും എത്തിക്കാൻ നിങ്ങൾ എന്തായാലും മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങൾ കാരണമാണ് 100 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കഴിഞ്ഞത്. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് ചെയ്യാനായിട്ട് വരക്കരുത്.